ലക്ഷദ്വീപിൽ വിപുലമായ പരിപാടികൾ ലക്ഷ്യമിട്ട ബി പ്രതിമാസം 3 ലക്ഷം രൂപയോളം ദേശീയ നേതൃത്വം പാർട്ടി പ്രവർത്തനത്തിന് അനുവദിച്ചിട്ടും നേതൃത്വത്തിന്റെ കഴിവുകേടും ഏകാധിപത്യവും നേതൃത്വത്തിലെ ചിലരുടെ കുടുംബാധിപത്യവും കാരണം പാർട്ടി തകർച്ചയുടെ പക്കലാണെന്ന് ഒരു വിഭാഗം ആരോപിക്കുന്നു. 2024 ലോക്സഭാ തെരഞ്ഞെടുപ്പിന് ശേഷം 57,784 വോട്ടർമാരിൽ കുറഞ്ഞത് 10% പിന്തുണ നേടാമെന്നായിരുന്നു പാർട്ടിയുടെ ലക്ഷ്യം. പുതിയ നേതൃസംഘം കവരത്തി അഗത്തി യൂണിറ്റുകൾ ഒഴിച്ച് ലക്ഷദ്വീപിലെ എല്ലാ പാർട്ടി ഓഫീസുകളും അടച്ചതോടെ പ്രവർത്തകരിലും മുതിർന്ന നേതാക്കളിലും അരക്ഷിതാവസ്ഥയാണ്. ദ്വീപുകളുടെ വ്യാപകമായ ഭൂപ്രകൃതിയിൽ പ്രാദേശിക ഓഫീസുകൾ ഇല്ലാതാകുന്നത് തെരഞ്ഞെടുപ്പ് പ്രവർത്തനങ്ങൾക്ക് സജീവമായ തടസ്സം സൃഷ്ടിക്കുമെന്ന ആശങ്കയും ഉയർത്തിയിട്ടുണ്ട്. പഴയ പ്രവർത്തകർ വലിയ തോതിൽ നേതൃത്വവുമായി അകന്നു നിൽക്കുകയുമാണ്. പരിചയസമ്പന്നരായ നേതാക്കളെ തിരസ്കരിക്കുന്നതായും ആരോപണം ഉയർന്നു കഴിഞ്ഞു. ചിലർ ആസൂത്രിതമായി പാർട്ടിയെ ഉള്ളിൽ നിന്ന് ദുർബലമാക്കാൻ ശ്രമിക്കുന്നതായും ഒരു വിഭാഗം കുറ്റപ്പെടുത്തുന്നുണ്ട്. ഇപ്പോൾ കേന്ദ്ര നേതൃത്വത്തിന്റെ അടിയന്തര ഇടപെടൽ ആവശ്യമാണെന്ന ശക്തമായ ജനവികാരവും ഉയരുന്നു. നേതൃത്വം ഇടപെട്ടില്ലെങ്കിൽ ലക്ഷദ്വീപിലെ ബി സാന്നിധ്യം പൂർണ്ണമായും തകർന്നു പോകുമെന്നും മുതിർന്ന നേതാക്കൾ ഇതിനിടെ മുന്നറിയിപ്പ് നൽകി വരുന്നു. ഇത് പാർട്ടിക്കുള്ളിൽ തന്നെ സ്വയം കുത്തിവെച്ച തകരാറെന്ന നിലയിലാണ് ഇപ്പോൾ വിശേഷിപ്പിക്കപ്പെടുന്നത് എന്നും ഒരു വിഭാഗം നേതാക്കൾ അടിവരയിട്ട് ചൂണ്ടിക്കാണിക്കുന്നു.